ഒരിക്കലും ഒരു ചേകനൂരിയെ, ഒരു ഹദീസ് നിഷേധിയെ മുസ്ലിമായി നമ്മൾ കാണാൻ പാടില്ല. അവന് പള്ളി കമ്മിറ്റി സ്ഥാനം കൊടുക്കാൻ പാടില്ല. അവനെ നമ്മളെ പള്ളി നിസ്കരിക്കാൻ തന്നെ അനുവദിക്കാൻ പാടില്ല. ഖാദിയാനിയെയും ചേകനൂരിയെയും മാറ്റി നിർത്തുക തന്നെ വേണം. ഒരിക്കലും അവൻ നമ്മളെ പള്ളിയിലൊന്നും നിന്നിട്ട് ഇങ്ങനെ കുസുകുസ് വരാ ഇറങ്ങടാ പുറത്തുനിന്ന് വരാ. വേണമെങ്കിൽ മൂത്രമൊഴിച്ചിട്ട് പോയിക്കോട്ടെ, അത് പിന്നെ ആർക്കും മൂത്രമൊഴിക്കാനുള്ള പള്ളിന്റെ ബാത്റൂമിൽ പോയി മൂത്രമൊഴിക്കാനല്ല, നിസ്കരിക്കാൻ അവൻ അനുവദിക്കാൻ പാടില്ല. പള്ളി കമ്മിറ്റിയിൽ എടുക്കാൻ പാടില്ല. ദീനീ സംഘടനകളിലും ഉണ്ടാകാൻ പാടില്ല. അവൻ കാഫിറാണ്, പച്ച കാഫിറാണ്. അവനെ മാറ്റി നിർത്തുക തന്നെ വേണം. ഹദീസ് നിഷേധികളെ ഒരിക്കലും തന്നെ ഹദീസ് പ്രമാണമല്ലെന്ന് പറയുന്നവനെ, ഹദീസ് നിഷേധിക്കുന്നവരെ കൂടെ കൂട്ടാൻ പാടില്ല. അവനെ ചങ്ങാതിയാക്കി വെക്കാൻ പറ്റൂല, അവനെ പാർട്ട്ണറാക്കി വെക്കാൻ പറ്റൂല. കുറച്ചു ദിവസമൊക്കെ ഉപദേശിച്ച് നോക്കുക, അവൻ പിന്തിരിയുന്നില്ലേ, അവനായിട്ടുള്ള ബന്ധം അവസാനം. ഒരു മുസ്ലിം എന്ന നിലക്കുള്ള ബന്ധം പിന്നെ അവനോട് പാടില്ല. അവന്റെ മക്കളെ കല്യാണം കഴിക്കാൻ പറ്റൂല. അവൻ മരിച്ചാൽ അവനെ മുസ്ലിം ഖബർസ്ഥാനിൽ മറവ് ചെയ്യേണ്ടതില്ല. അവന് നമ്മളെ മകനാണെങ്കിൽ വാപ്പാന്റെ സ്വത്ത് അവന് കൊടുക്കാൻ പാടില്ല. ഒരു അമുസ്ലിമിനോട് എങ്ങനെ പെരുമാറണം, അങ്ങനെയാണ് അവനോട് പെരുമാറേണ്ടത്. ആ നിലക്കുള്ള കുഫ്റാണ് ഹദീസ് നിഷേധമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം.